ഏൽക്കാൻ അവകാശമുണ്ടാക്കി ലക്ഷ്മണൻ ശൂർപ്പണേഖാമുല ഛേദിച്ച നേരത്ത് താൽപര്യത്തോടെ വന്ന കരാതിയെ തോൽപ്പിച്ച ശ്രീരാമനാരായണ ഹരേ. വിഷ്ണു ഭഗവാന്റെ വാഹനമായ ഗരുഡന്റെ മഹത്വങ്ങളെക്കുറിച്ചും വീര്യത്തെക്കുറിച്ചും കേട്ടാ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് പിതാമഹ എന്ന് യുധിഷ്ഠിരൻ ആവശ്യം പ്രകടിപ്പിച്ചു. കുന്തിപുത്ര, വാസ്തവത്തിൽ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഗരുഡൻ. ഗരുഡൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പ്രജാപതിയുടെ പുത്രിമാരാണ് വിനീതയും കുദ്രുവും. മരീചി പുത്രനായ കശ്യപനെയാണ് അവർ രണ്ടുപേരും വിവാഹം കഴിച്ചത്. ഭർത്തൃശുശ്രൂഷയിൽ സന്തോഷിച്ച മരീചി അവർക്ക് രണ്ടുപേർക്കും പുത്രസമ്പത്ത് ഉണ്ടാവാൻ വരം നൽകി. കാലം കൊണ്ട് ഗർഭം പരിപക്വമായപ്പോൾ വിനീത പ്രസവിച്ചത് 2 അണ്ഡങ്ങളെയാണ്. കുദ്രു പ്രസവിച്ചതോ ഒരൊറ്റ അണ്ഡത്തെയാണ്. എന്നാൽ ആദ്യം പൊട്ടിയത് കുദ്രുവിൻ്റെ അണ്ഡാണ്. അതിൽ നിന്ന് ആയിരക്കണക്കിന് സർപ്പക്കുഞ്ഞുങ്ങളാണ് ജനിച്ചത്. വളരെ കാലം കാത്തിരുന്നിട്ടും വിനീതയുടെ അണ്ഡം വിരിയുണ്ടായില്ല. അങ്ങനെ ദുഃഖിച്ച വിനീത വരണത് വരട്ടെ എന്ന് രണ്ടും കൂടി അങ്ങോട്ട് കൽപ്പിച്ചിട്ട് ഒരണ്ടത്തിനെ അങ്ങോട്ട് കുത്തി പൊട്ടിച്ചു. ആ അണ്ഡം ശരിക്ക് പരിപക്വമായിരുന്നില്ല. അതിൽ നിന്നും ജനിച്ച ആ കുട്ടി വികലാംഗനായി പോയി. അവന് കാലുകളുണ്ടായിരുന്നില്ല. അമ്മയുടെ ഈ ബദ്ധപ്പാടാണ് തന്നെ വികലാംഗനാക്കിയത് എന്ന് മനസ്സിലാക്കിയ അവൻ വല്ലാണ്ട് ക്രുദ്ധനായി. അവനൊരു ശാപം അങ്ങോട്ട് കൊടുത്തു. അമ്മയ്ക്ക് സപത്നി ദാസ്യം ഉണ്ടായി വരട്ടെ എന്ന് അങ്ങോട്ട് ശപിച്ചു. സങ്കടപ്പെട്ട അമ്മ തൻ്റെ പുത്രനോട് ശാപം അടക്കിയെടുക്കാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. പുത്രൻ അതിന് തയ്യാറായില്ല. ഇനി എൻ്റെ സഹോദരൻ ജനിക്കട്ടെ, അവൻ മുഖേന അമ്മയുടെ ദാസ്യം ഒഴിവാക്കി കിട്ടും എന്നും പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അനന്തരം അമ്മയെ വിട്ട് ആകാശത്തിലേക്ക് ഉയർന്ന് ആദിത്യദേവൻ്റെ തേരാളിയായി തീർന്നു. അദ്ദേഹമാണ് പ്രസിദ്ധനായ അരുണദേവൻ. രണ്ടാമത്തെ അണ്ഡം പൊട്ടാൻ വിനിതയ്ക്ക് പിന്നെയും വളരെ കാലം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. അടുത്ത അണ്ഡം പൊട്ടി അതിൽ നിന്നും വീര്യശാലിയും പ്രസിദ്ധനുമായ ഗരുഡനാണ് പുറത്തേക്ക് വന്നത്. ആ കുഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് വളർന്നു വലുതായി. എന്നിട്ട് സ്മരിക്കുമ്പോൾ എത്തിക്കൊള്ളാം അമ്മേ എന്നും പറഞ്ഞിട്ട് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിപ്പോയി. ഈ ഗരുഡൻ്റെ മാഹാത്മ്യവും ഗരുഡജനനവും വരുണജനനവുമൊക്കെ മഹാഭാഗവതത്തിലാണ് വളരെ വിസ്തരിച്ച് കാണുന്നത്. നമ്മുടെ മഹാഭാഗവതത്തിൽ 69ാമത്തെ ഭാഗമായിട്ട് ഗരുഡൻ്റെ ജനനം പറഞ്ഞിട്ടുണ്ട്. ഭാഗം 70 ഗരുഡൻ അമൃതിന് പോയ കഥ, അമൃത് കൊണ്ടുവന്ന കഥ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഭാഗം 70 ഭീഷ്മർ ഗരുഡനെ പറ്റി പറഞ്ഞ കഥ, ആസ്തികൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം എടുത്ത് കേൾക്കുക. അങ്ങനെ ഇരിക്കെ വിനിതയും കുദ്രുവും ഒരു ദിവസം സമുദ്രക്കരയിൽ ഉല്ലസിച്ച് നടക്കുമ്പോൾ ഉച്ചൈസ്രവസ് എന്ന കുതിര സമുദ്രജ്ഞാനം കഴിഞ്ഞ് മടങ്ങിപ്പോണത് കാണുകയുണ്ടായി. ആ ദേവാംശം അറിഞ്ഞപ്പോൾ കുദ്രു വിനിതയോട് ചോദിച്ചു, ആ കുതിരയുടെ നിറം ഒന്ന് പറയാമോ? അത് വെളുത്ത കുതിരയാണെന്ന് വിനിത പറഞ്ഞു. അല്ല, അതിൻ്റെ വാലിലൊരു ചെറിയ കറുപ്പ് നിറമുണ്ടെന്ന് കുദ്രു പറയുകയും ചെയ്തു. രണ്ടുപേരും പറഞ്ഞ് തർക്കായി. വെളുത്ത കുതിരയാണെന്നൊരാൾ, അല്ല വാലുമ്മ കറുപ്പുണ്ട് എന്ന്. അങ്ങനെ രണ്ടുപേരും തർക്കിച്ചു. അവസാനം അത് വാതുവെപ്പിൽ അവസാനിച്ചു. ആരുടെ വാദം ശരിയാണോ അയാളുടെ ദാസിയായിട്ട് മറ്റേയാൾ മാറണമെന്നാണ് വാദം. കുദ്രു വീട്ടിലെത്തി മക്കളെയൊക്കെ വിളിച്ച് വിനിതയുമായിട്ട് ഉണ്ടായ വാദപ്രതിവാദങ്ങളെയൊക്കെ വിസ്തരിച്ച് കേൾപ്പിച്ചു. ഉച്ചൈസ്രവസ് വെളുത്ത കുതിര തന്നെയാണ്.
മക്കളെ നിങ്ങളൊന്ന് സഹായിക്കണം. നിങ്ങൾ പോയി ആ കുതിരയുടെ വാലിൽ കടിച്ചു തൂങ്ങി കിടക്കുക. അപ്പം അതിൻ്റെ വാല് കറുത്ത നിറമായിട്ട് തോന്നും. അങ്ങനെ ഞാൻ വിജയിക്കും എന്ന് മക്കളെ ഉപദേശിച്ചു. സത്യസന്ധരായ സർപ്പക്കുട്ടികൾ അമ്മയുടെ ഈ കപട ഉപദേശത്തെ കേട്ടപ്പോൾ വെറുത്തു. കപടം കാണിച്ച് ജയിക്കണത് ശരിയല്ല, ഞങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ സർവത്തിനെ ഞാൻ നശിപ്പിച്ചു കളയുന്നു അമ്മ കുട്ടികളെ പേടിപ്പിച്ചു. ഇതിൽ ഭയപ്പെട്ട കുറേ പേര് ഉടനെ തന്നെ ഉച്ചൈസ്രവസിൻ്റെ വാലിൽ കടിച്ചു തൂങ്ങി കിടക്കാനായിട്ട് പോയി. തൻ്റെ ശാസന അനുസരിക്കാത്ത കുട്ടികളെ കത്രു ശപിച്ചു. പാണ്ഡവ വംശത്തിൽ ജനമേജയ രാജാവ് എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഇനിമേൽ ജനിക്കാൻ പോകുന്നുണ്ട്. അദ്ദേഹം ഒരു യജ്ഞം നടത്തും. ആ യജ്ഞത്തിൽ നിങ്ങളെല്ലാം വെന്ത് നശിച്ചു പോട്ടെ എന്നാണ് ശാപം. പറഞ്ഞ പ്രകാരം പിറ്റേ ദിവസം കുദ്രുവും വിനിതയും സമുദ്രക്കരയിൽ ഉച്ചൈസ്രവസ് കുളിക്കാൻ വന്ന് പോണത് നോക്കി നിന്നു. ദൂരെ നിന്നാണല്ലോ നോക്കണത്. അപ്പോൾ ഈ പാമ്പും കുട്ടികൾ കടിച്ച് തൂങ്ങി കിടക്കാന്ന് വിനിതയ്ക്ക് മനസ്സിലായില്ല. കണ്ടപ്പോൾ വാലുമ്മ കറുത്ത നിറമുണ്ട്. വിനിത തോറ്റതായിട്ട് സമ്മതിച്ചു. അങ്ങനെ കുദ്രുവും കുദ്രുപുത്രന്മാരായ സർപ്പങ്ങളുടെയും ദാസ്യപ്രവൃത്തി ചെയ്യാൻ വിനിത വിധിക്കപ്പെട്ടു. വളരെ കാലം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗരുഡൻ അമ്മയെ കാണാൻ വന്നു. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലാവണത് അമ്മ ദാസ്യവൃത്തിയോട് കൂടിയിട്ടാണ് ജീവിക്കണത്. ഇത് കണ്ട ഗരുഡൻ്റെ മനസ്സ് അലിഞ്ഞു. അമ്മയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് മോചിപ്പിച്ചെടുക്കണം. അതിനെന്താ വഴി എന്ന് ആലോചിച്ചു. ചെറിയമ്മയായ കുദ്രുവിനെ സമീപിച്ച് അമ്മേ, ഈ ദാസ്യവൃത്തിയിൽ നിന്ന് ഒന്ന് മോചിപ്പിച്ച് തരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം കുദ്രു പറഞ്ഞു, നീ വലിയ ശക്തിമാനല്ലേ, ഒരു കാര്യം ചെയ്യേ, നീ അമൃത് കൊണ്ടുവന്ന് താ, അതോടെ നിൻ്റെ അമ്മയുടെ ദാസ്യവൃത്തി അവസാനിക്കുന്നു പറഞ്ഞു. ശരി എന്നും പറഞ്ഞ് ഗരുഡൻ പുറപ്പെട്ടു. ദേവന്മാർ വലിയ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ അമൃത്. അതെങ്ങനെ കൊണ്ടുവരാനാ? അതിനുള്ള ഉപദേശം വാങ്ങാൻ വേണ്ടി ഗരുഡൻ തൻ്റെ പിതാവായ കശ്യപനെ സമീപിച്ചു. അദ്ദേഹം അമൃതാപഹരണത്തിനുള്ള ഉപായങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപ്രകാരം പോയി ഗരുഡൻ വളരെ സാഹസപ്പെട്ട് അമൃത് കൊണ്ടുവന്ന് ചെറിയമ്മയ്ക്ക് കൊടുത്തു. അത് കുദ്രുവിന് കിട്ടിയൊന്നുമില്ല. ഇന്ദ്രൻ അത് തിരിച്ചെടുത്തോണ്ട് പോയി. അമൃത് കൊണ്ടുവരാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അമൃത് അവരെ കുടിപ്പിക്കാമെന്ന് ഏറ്റിട്ടില്ല. അതോടുകൂടി അമ്മയുടെ ദാസ്യം ഒഴിവായി. താഹസവും വീര്യമേറിയുമായ ഈ അമൃതാപഹരണം കണ്ട ദേവന്മാരും ഋഷികളുമൊക്കെ ഗരുഡനെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് പ്രശംസിക്കാൻ തുടങ്ങി. മാത്രമല്ല ഇതേ വൈദേയൻ തന്നെയാണ് പിന്നീട് വാസുദേവനായി അവതരിക്കാൻ പോണത് എന്ന് പ്രവചിക്കുകയും ഉണ്ടായി. യുധിഷ്ഠിര, ഇങ്ങനെ അപാരമായ വൈഭവത്തോടു കൂടിയ ഒരാളാണ് ഗരുഡൻ. ആ ഗരുഡനാണ് ഇപ്പോൾ ശ്രീകൃഷ്ണനായി അവതരിച്ച് നമ്മുടെ മുമ്പിൽ ഇതാ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നിങ്ങനെ പിതാമഹൻ യുധിഷ്ഠിരന് ശ്രീകൃഷ്ണൻ്റെ പൂർവജന്മം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.